ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി. സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മയൊക്കെ അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റബീഉൽ അവ്വലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മറ്റ് അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അടിമകളെയും വാഴ്ത്തുക, പ്രശംസിക്കുക, അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ മുസ്ലിം ഉമ്മത്ത് മൗലിദ് എന്ന് പറയാറ്. മൗലിദ് കഴിക്കുക എന്ന് പറയുന്ന പരിപാടി, അതിൻ്റെ പ്രധാനമായ കാര്യം തങ്ങളെ മദ്ഹ് ചെയ്യുക, പ്രശംസിക്കുക എന്നതാണ്. അതേപോലെ മഹാന്മാരായ മറ്റ് അമ്പിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ ഒക്കെ. ഈ മൗലിദ്, അതിൻ്റെ രചനകൾ ധാരാളം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക മേഖലയെ പ്രശോഭിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ നിരവധി ഗ്രന്ഥങ്ങൾ മൗലിദിൻ്റെതായി രചിക്കപ്പെട്ടിട്ടുണ്ട്. പൂർവികരായ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹു, പൊന്നാനി വലിയ പള്ളിയിലെ ബാനിയായ, പള്ളി പണി കഴിപ്പിച്ച മഹാനരായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച വളരെ പ്രസിദ്ധമായ മൗലിദാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദിൻ്റെ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ടത് പാരായണം ചെയ്യാറുള്ളതാണ്, നമ്മൾക്ക് സ്ഥിരമായി നല്ല ബന്ധമുള്ളതാണ്, അതിൻ്റെ ഫലം അനുഭവിച്ചറിഞ്ഞതുമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം. അപ്പോൾ ആ മൗലിദിൻ്റെ ഒരു ചെറിയ വിശദീകരണം നടത്താനാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറച്ചിലിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു എല്ലാവിധ സന്തോഷവും നൽകട്ടെ. ആമീൻ. അൽ ഇമാമുൽ ആലിമുൽ അല്ലാമ അൽ മഖ്ദൂം അൽ കബീർ സൈനുദ്ദീൻ അൽ മഅ്ബരി അൽ ഫന്നാനി എന്ന മഹാനരായ മഖ്ദൂം തങ്ങളാണ്, വലിയ മഖ്ദൂം എന്നവരാണ് ഈ മൗലിദ് കിതാബിൻ്റെ രചയിതാവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലങ്ങൾ പല നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ലമ്മാ ഫശാഫി ഫന്നാൻ ഒമാ ഹൗലഹ അൽ വബാഉ ഷുക്കിയ ഇലൈഹി. പൊന്നാനിയിലും പരിസരങ്ങളിലെല്ലാം വലിയ വബാ മുസീബത്തുകൾ, ഇപ്പോൾ ലോകത്ത് നമുക്കറിയാം പടർന്നിരിക്കുന്നത് പോലെ ഉള്ള ബലാ മുസീബത്തുകൾ വ്യാപകമായപ്പോൾ ആ സമയത്താണ് മഹാനരിലേക്ക് വിഷമം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങൾ പ്രയാസം അവതരിപ്പിച്ചു. ഫസന്നഫ മൗലിദൻ ലിദ്ദുആഇ അഖിബ ഖിറാഅത്തി. അപ്പോൾ മഹാനര് ഒരു മൗലിദ് രചിച്ചു. ആ മൗലിദ് ഓതിയതിൻ്റെ ഉടനെ തന്നെ ദുആരക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഖീല ഇന്ന ദുആ അല്ലദീ ഫി ആഖിരിഹി ലൈസ ലഹു ബൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ ഒടുവിലുള്ള ദുആ, മൗലിദ് കഴിഞ്ഞ അവസാനമുള്ള ദുആ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടേത് അല്ല, അഥവാ കിതാബ് എഴുതിയ മഹാൻ്റെത് അല്ല. പകരം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. അഥവാ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഫിഖ്ഹിൻ്റെ രചനയുടെ മുസന്നിഫായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനരുടേതാണ് ദുആ. വദാലിക ലിഅന്ന ഖുദൂമഹു റളിയല്ലാഹു അൻഹു ഇലാ മലൈബാർ കാന ഹീന ഫറാഗി ശൈഖുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു മിൻ തസ്നീഫി ദാലിക്കൽ മൗലിദി. ഈ മൗലിദിൻ്റെ രചന ഷെയ്ഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അവസാനിപ്പിച്ച സമയത്താണ് ഇബ്നു ഹജർ തങ്ങൾ പൊന്നാനി സന്ദർശിക്കുന്നത്, മലബാർ സന്ദർശിക്കുന്നത്. ഫസഅലഹു അൻ യക്തുബ ഫി ആഖിരിഹി ദുആഅൻ ഫകതബ ഹാദ ദുആ.
അങ്ങനെ ഒരു ദുആ ഈ മൗലിദിൻ്റെ അവസാനത്തിൽ എഴുതണമെന്ന് ഇബ്നു ഹജർ തങ്ങളോട് ആവശ്യപ്പെട്ടു, പറഞ്ഞപ്പോൾ മഹാനർ അത് എഴുതി. അതാണ് ആ ദുആ. വഅറാദ ബിൽ വലിയിൽ അദീമി അൽ മുതവസ്സലി ബിഹി ഫി ദാലിക ദുആഇ അൽ ഇമാം അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു. വലിയനെ കൊണ്ട്, നിന്റെ വലിയനെ കൊണ്ട് തവസ്സുലാക്കി തേടുന്നു എന്നൊരു പ്രയോഗം ഈ മൗലിദിൻ്റെ അവസാനത്തിലുള്ള ദുആയിലുണ്ട്. അപ്പം ഇബ്നു ഹജർ തങ്ങളാണ് ദുആ എഴുതിയത്. നിന്റെ വലിയിൻ്റെ ബറക്കത്ത് കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ഞങ്ങൾ തേടുന്നു എന്ന ആ ചോദ്യമുണ്ട്, അവിടെ ദുആ ഉണ്ട്. ആ വലിയ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവായ മഹാനായ മഖ്ദൂം കബീർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. മഹാനരെ പറ്റിയാണ് അവിടെ വലിയ എന്ന് ഉദ്ദേശിച്ചത്. അതായത് മഖ്ദൂം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട്, മഹാനരെ ബറക്കത്ത് തേടിക്കൊണ്ട്, മഹാനരെ മുൻനിർത്തിക്കൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ദുആയിൽ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ വലിയ മഹാനരായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നറിയപ്പെട്ട പാനായിക്കുളം ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹിമഹുല്ല മഹാനര് പറഞ്ഞു. മറ്റൊരു രീതിയിലാണ് മഹാനര് ഇതിൻ്റെ രചനാ പശ്ചാത്തലം അവതരിപ്പിച്ചിട്ടുള്ളത്. വഖഅഫി ഖുർബത്തിൻ ബി അംദിൻ മുതഅല്ലിഖിൻ ബിൽ മസ്ജിദിൽ ജാമിഉൽ കബീർ അൽ ഫന്നാനി. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മഹാനര് ഇമാം മഖ്ദൂം തങ്ങൾ ചെറിയ പ്രയാസത്തിലായിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ. ഫഅസമ അലാ തഅലീഫി മൗലിദിൻ ഫി മദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് മദ്ഹിൻ്റെ വിഷയത്തിൽ ഒരു മൗലിദ്, ഒരു ഗ്രന്ഥം രചിക്കാമെന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു പ്രയാസത്തിൻ്റെ കാര്യത്തിലാണ്, അതിനുവേണ്ടിയാണ് ഈ മൗലിദ് എഴുതിയത്. ഇലൈഹിൽ ഇഷാറത്തു ബി ഖൗലിഹി ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ. ഈ മൗലിദ് കിതാബിൽ അതിൽ വന്ന ബെയ്ത്തിൽ നമുക്ക് കാണാം, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ. പടച്ചവനെ, നിനക്കറിയാമല്ലോ എനിക്ക് ഒരു വലിയ പ്രയാസം സംഭവിച്ചിരിക്കുന്നു എന്നൊരു വരിയുണ്ടല്ലോ. എനിക്കൊരു പ്രയാസമുണ്ടായിട്ടുണ്ട് എന്ന് നിനക്കറിയാം, നീ അറിയുന്നൊരു പ്രയാസം എന്നിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന പ്രയോഗം. ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ പറയപ്പെട്ട സാഹചര്യമാണ്, അവിടെ ഉണ്ടായിരുന്ന വിഷമമാണ് എന്നും അഭിപ്രായം അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മഹാനായ സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരിൽ മൗലിദ് ഓതുക, ഇന്ന് നമ്മൾ അറിയപ്പെട്ട രീതിയിലുള്ള മൗലിദ് എന്താണത്? മിൻ ഇജ്തിമാഇൻ നാസി ലഹ. അത് ഓതാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുക. എന്നിട്ട് ഖിറാഅത്തി ബഅദിഹിം മാ തയസ്സറ മിനൽ ഖുർആൻ വൽ ഹദീസിൽ വാരിദ വൽ മദാഇഹിൽ മഅ്സൂറത്തി വൽ അശ്ആരിൽ മൻദൂമ. ഖുർആൻ്റെ ആയത്തുകൾ ഓതുക, പ്രശംസയ്ക്ക് വേണ്ടി വന്ന പ്രശംസ അറിയിക്കുന്ന ഹദീസുകൾ പാരായണം ചെയ്യുക, അതുപോലെ മറ്റ് പ്രശംസാ വാചകങ്ങളൊക്കെ പറയുക, അതേപോലെ ചില ബെയ്ത്തുകളൊക്കെ ചൊല്ലുക. തക്സീരിൽ ബാക്കിയുന്ന തസ്ലിയത്തം വ തസ്ലീമ, മറ്റുള്ള കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാർ മാത്രം ഇങ്ങനെ ഓതുക, ബാക്കിയുള്ള ഒരു സ്വലാത്തു സലാമൊക്കെ ചെല്ലുക ഇങ്ങനെ. എന്നിട്ട് പിന്നീട് സുമ്മ ഇത്ആമു തആമി ലഹും അലാ നിയ്യത്തി തസദ്ദുഖി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ പേരിൽ സ്വതക്ക കൊടുക്കുക എന്ന നിയ്യത്തോടു കൂടെ പിന്നീട് ഭക്ഷണം കൊടുക്കുക. സുമ്മ തസദ്ദുഖി അൻഹു ബിമത്തഫക്ക, പിന്നെ മറ്റു വല്ല സ്വതക്കകളും കൊടുക്കുക. ഇത് വഇൻകാനത്ത് മുഹ്ദസത്തൻ ബഅദൽ ഖുറൂനി സലാഹ, സംഗതി ഈ പുതിയ രൂപഭാവങ്ങളിലൊക്കെ ആയിട്ടുള്ള ഈ പറയുന്ന എല്ലാ രൂപങ്ങളും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടി വരിക എന്നുള്ളത് ഹിജറ 3-ാം നൂറ്റാണ്ടിൻ്റെ ശേഷം ഉണ്ടായ ഒരു രൂപമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ അടിസ്ഥാനപരമായി ദീനിൽ സ്ഥിരപ്പെട്ടത്, അതിൻ്റെ പുതിയ രൂപങ്ങളൊക്കെ പിൽക്കാലത്തുണ്ടായത്, അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ലാക്കിന്നഹ
കുല്ലമാ ദുഃഖിറ ഫീഹ ഉമൂറുൻ സാബിതത്തും ബിൽ കിതാബി വസുന്ന. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശുദ്ധ കിതാബ് കൊണ്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളൂ. ഒഫീഹ ഫലാഇലു ലാ തുഹ്സാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശ്രേഷ്ഠതകളുള്ള ഒരു പരിപാടിയാണ്, ഒരു സംഗതിയാണ് ഈ പറയപ്പെടുന്ന കാര്യം. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യൽ, അതിനാണല്ലോ ഇപ്പോൾ നമ്മൾ മൗലിദ് കഴിക്കൽ എന്ന് പറയണത്. അതിൽ പറയാൻ പറ്റാത്ത, അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും കാര്യങ്ങളുണ്ട്, അതിൽ ശ്രേഷ്ഠതകളുണ്ട്. ഫഖദ് കാനത്തിൽ ഉലമാ ഉൽ ആമിലൂൻ യഖ്റഊനഹു വയൂസൂന ബിഹി, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ ആബിദീങ്ങളായ ആലിമീങ്ങളൊക്കെ അത് ചെയ്യുകയും അത് വസിയത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. വലം യുങ്കിർഹു ഇല്ലാ മൻ ഹുരിമ തൗഫീഖ, തൗഫീഖില്ലാത്ത ചില ആളുകളാണ് ഇതിനെയൊക്കെ നിഷേധിച്ചു പോയത്, അല്ലാത്തവരാരും ഇതിനെ നിഷേധിക്കാറില്ല. മങ്കൂസ് മൗലിദിൻ്റെ പഠനത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ, അതായത് അതിൻ്റെ പദാനുപത ചർച്ചകളൊക്കെ നമ്മൾ നടത്തുന്നതിൻ്റെ മുമ്പ് ഈ വിഷയ സംബന്ധമായ ചില ആമുഖമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ.